റജബ് പറന്നു. റജബ് മാസം വന്നപ്പോഴേക്ക് മൗലവിമാര് വ്ളോഗ് ആയിട്ട് ഇറങ്ങി. റജബ് വന്നിരിക്കുന്നു, ഇതാ ഇനി ചൊല്ലേണ്ട ദിക്റ്, 1-ാം നാളിലെ നോമ്പ്, 2-ാം നോമ്പ്, 3-ാം നോമ്പ്, 4-ാം ദിക്റ് എന്ന് പറഞ്ഞിട്ട് തനിച്ച കളവ് അള്ളാന്റെ റസൂലിന്റെ പേരിൽ പറയാണ്. റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേക നോമ്പില്ല, പ്രത്യേക നിസ്കാരമല്ല, പ്രത്യേക ദിക്റുമില്ല. പഠിച്ചു വെച്ചോളിന്റെ റജബാണ്. എന്നിട്ട് പറയും മേറാജ് നോമ്പുണ്ട്. മേറാജ് പോയ മുത്ത് മുസ്തഫ അത് നോറ്റിട്ടില്ല, നമ്മളോട് നോൽക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇവരോട് ആരാ അത് പറഞ്ഞത്? അപ്പൊ ഉള്ളത് നോറ്റോളി. തിങ്കൾ നോറ്റോളൂ, വ്യാഴാഴ്ച നോറ്റോളൂ, എല്ലാ അറബി മാസവും 13, 14, 15 നോറ്റോളൂ. ഇനി 13, 14, 15 കഴിഞ്ഞില്ലേ, മാസത്തിൽ ഏതെങ്കിലും 3 എടുത്തോളൂ. സുന്നത്ത് നോമ്പ് ഇഷ്ടം പോലെ എടുത്തോളൂ. പക്ഷെ എല്ലാത്തിനും നോൽക്കണ്ട. ഉള്ള നിസ്കാരം നിസ്കരിച്ചാൽ മതി. മിറാജ് നിസ്കാരം എന്ന് പറഞ്ഞിട്ട് നിസ്കാരമല്ല, ബറാത്ത് നിസ്കാരം എന്ന് പറഞ്ഞിട്ട് നിസ്കാരമല്ല, ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞിട്ട് നോമ്പില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കേട്ടത് ഹുസൈൻ സലഫി എന്ന പുരോഹിതൻ്റെ വ്യാകുലതയാണ്. റജബ് മാസം പറഞ്ഞാൽ മുസ്ലിയാക്കന്മാർ ബ്ലോഗ് എടുത്ത് ഇറങ്ങി എന്നാണ് ഈ വിവരദോഷിയുടെ വാദം. ഹുസൈൻ സലഫി മനസ്സിലാക്കണം, അനസിൻ്റെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ കളവും കൊണ്ട് സമുദായത്തിൽ ഇറങ്ങിയാൽ പറപ്പിക്കുമെന്നാണ്. അതുതന്നെയാണ് സുന്നികളായ ഞങ്ങൾക്കും പറയാനുള്ളത്. റജബ് മാസത്തിൽ ഓതേണ്ടതും ചെയ്യേണ്ടതും സുന്നികൾ ചെയ്യുന്നവർ ചെയ്യട്ടെ മൗലവി. താങ്കൾ അതിനല്ല മറുപടി പറയേണ്ടത്. അത് മുസ്ലിയാക്കന്മാർ ഫർള് അയനാക്കിയിട്ടില്ലല്ലോ, അത് ചെയ്യേണ്ടവർ ചെയ്യട്ടെ. അതിനല്ല താങ്കൾ മറുപടി പറയേണ്ടത്. അതിൻ്റെ പേരിൽ താങ്കൾ ഇപ്പോൾ പൊട്ടിത്തെറിച്ച് നാടകം കാണിക്കേണ്ട ആവശ്യമില്ല. അനസ് മൗലവിയെപ്പോലെയുള്ള താങ്കളുടെ അനുയായികൾപ്പെട്ട ചില ആളുകൾ ഹുസൈൻ സലഫി നടത്തുന്ന പച്ചക്കളവിനും സമുദായ വഞ്ചനക്കും അക്കമിട്ടാണ് മൗലവി മറുപടി പറയേണ്ടത്. അതാണ് അനസ് മൗലവി ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് മതി റജബിൻ്റെ കാര്യം പറയാൻ. ഈ കാലം അത്രയും കളവ് പറഞ്ഞ് നടക്കുന്ന മൗലവി റജബിനെ കുറിച്ച് പറയുകയാണെങ്കിലും താങ്കൾ കളവല്ലേ പറയുള്ളൂ. മുജാഹിദ് സമൂഹത്തെ തന്നെ കളവ് പറഞ്ഞ് പറ്റിച്ചു എന്ന് സ്വന്തം അനുയായികൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിന് എന്ത് മറുപടി പറയാനുണ്ട് മൗലവിക്ക്? എന്നിട്ട് മതി മുസ്ലിയാക്കളെ റജബിനെ കുറിച്ച് പറയാൻ. അത് പറയാൻ ഹുസൈൻ സലഫിക്ക് അർഹതയില്ല എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങൾ കാണിക്കുന്ന നിരുത്തരവാദിത്വപരമായ നിലപാടുകൊണ്ട് വലിയൊരു സമൂഹം പിഴച്ചു പോകാൻ സാധ്യതയുള്ള വിഷയമാണ് മൗലവി എന്ന് പോലും ആ പള്ളിക്കകത്തിരുന്ന് പറഞ്ഞിട്ട് പോലും ജബ്ബാർ മൗലവി തിരുത്തിയോ? തിരുത്തേണ്ട വിശദീകരണം കൊടുത്തോ? ഹുസൈൻ സലഫി പറയണം, ഈ സമുദായത്തോട് പറയണം, എന്തിനാണ് ഇത്രയും കാലം ഈ കള്ളക്കുപ്പായമിട്ട് മാന്യനായി നിങ്ങൾ സമൂഹത്തോട് സത്യം തുറന്നു പറയാതെ അവങ്ങി നടക്കുന്നത്? ഇത് തൗഹീദിന്റെ വിഷയമല്ലേ? ഇത്ര കളവും കൊണ്ട് ഈ സമുദായത്തിനിടയിൽ ഇറങ്ങിയാൽ ഞങ്ങൾക്കറിയാം നിങ്ങൾ എങ്ങനെയാ നേരിടേണ്ടത് എന്ന്. നിങ്ങൾ ആയത്ത് ദുർവ്യാഖ്യാനിച്ചപ്പോ നിങ്ങളെ പറപ്പിച്ചിട്ടുണ്ട് ഞങ്ങള്. രണ്ടാമത് ഞങ്ങളുടെ ജീവിതത്തിന്റെ 7 എടുത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചാൽ പറപ്പിക്കും ഞങ്ങള്. ഈ വിഷയം എന്തെന്ന് വെച്ചാൽ ഒരു തർക്ക വിഷയമാണ്. ജബ്ബാർ മൗലവി എഴുതിയൊരു ലേഖനമാണ്. കുറേ കാലമായി ഈ ലേഖനവുമായിട്ട് ഈ മൗലവിമാർ നടക്കാൻ തുടങ്ങിയിട്ട്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടയുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തൻ്റെ മുമ്പിലുള്ള ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ ഫൈസൽ മൗലവി പറഞ്ഞ പോലെ ജിന്നല്ല എന്ന് വിശ്വസിച്ചാൽ മതി. ഏതായിരുന്നാലും ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ല, അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. ഇതുമായി ബന്ധപ്പെട്ട ഹുസൈൻ സലഫിയുടെ കളവുകൾ അക്കമിട്ട് ഒന്നൊന്നായി അനസ് മൗലവി ചോദിക്കുകയാണ്. അതിനാണ് മൗലവി മറുപടി പറയേണ്ടത്. അതല്ലാതെ റജബിനല്ല മറുപടി പറയേണ്ടത്. അത് നിങ്ങളെ വിഷയമല്ല, അത് ഞങ്ങളെ വിഷയമാണ്. മറുപടി കൊടുക്കാനില്ലാതായപ്പോൾ മുസ്ലിയാക്കളെ റജബിൽ കൂടിയിരിക്കുകയാണ് ഹുസൈൻ സലഫി. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. തൗഹീദ് തീരുമാനമാട്ടെ. മുസ്ലിമാണോ മുശ്രിക്കാണോ എന്നതല്ലേ ആദ്യം തീരുമാനിക്കേണ്ടത്. അതിനല്ലേ പ്രാധാന്യം. പാവപ്പെട്ട വിവരമില്ലാത്ത സർവ്വ മുജാഹിദിൻ്റെയും തൗഹീദ് പേപ്പിച്ചിട്ട് മുസ്ലിയാക്കളെ സുന്നത്തായ റജബ് കാര്യത്തിലാണ് മൂപ്പര് കെട്ടിപ്പറിയുന്നത്. അപ്പോൾ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഇനി അടുത്ത ചോദ്യം, അതേ ജബ്ബാർ മൗലവിയുടെ വാചകം ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ജബ്ബാർ മൗലവിയെ കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് മറുപടി എഴുതിക്കാനാണ് ജബ്ബാർ മൗലവിക്കൽ പോയത് എന്ന്
നീട്ടിപ്പറഞ്ഞ ഹുസൈൻ മൗലവി, നിങ്ങളോട് ഇനിയും ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് എഴുതിയത് അല്ലെങ്കിൽ ഈ രൂപത്തിൽ പത്രാധിപരുടെ മറുപടി എന്ന രൂപത്തിലോ അതല്ലെങ്കിൽ പത്രാധിപർ മറുപടി എന്ന രൂപത്തിൽ എഴുതിയ ഈ വാചകമെങ്കിലും ജബ്ബാർ മൗലവി അംഗീകരിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, മാസങ്ങളോളം അദ്ദേഹം പിണങ്ങി നടന്നു. ഇനി മേലിൽ ഞാൻ ഇസ്ലാഹിൽ എഴുതില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു വല്ലുപ്പയുടെ ദാർഢ്യം കാണിച്ചു. ഇനി എന്റെ ലേഖനങ്ങൾ ഇസ്ലാഹിൽ തരില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇസ്ലാഹിനെതിരാകുമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ മൂപ്പർ ഔങ്ങിയിരുന്നതിന് ശേഷം ഇതിനെ തുടർന്ന് വന്ന കഥകൾ ഒരുപാട് പറയാൻ കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തുറക്കധ്യായം ഒന്നിന് പുറകെ ഒന്നായി പറയും. നിങ്ങൾ ഇപ്പൊ പറയില്ല ഹറാം എന്നൊക്കെ പറയണ്ടല്ലോ, അതേ കള്ളുകുടിക്കൽ, അതേ ശിർക്കൽ എന്ന് പറഞ്ഞാൽ അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഹറാം എന്ന വിധിയാണ് അതിൽ നിന്ന് വരുന്നത് എന്നൊക്കെ നിങ്ങൾ വാദിക്കുന്നുണ്ടല്ലോ. ഇത് കഴിഞ്ഞും കഥ തുടരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ മറ്റൊരു സംഗതി സൂചിപ്പിക്കുകയാണ്. ഇത് 2008 ആഗസ്റ്റ് മാസത്തിൽ ഇറങ്ങിയ ഇസ്ലാഹാണ്. ഇത് 2008 ജൂലൈ മാസത്തിൽ എഴുതിയ ഇസ്ലാഹാണ്. ഈ ഇസ്ലാഹിൽ ഒരു ലേഖനം ഞാൻ വായിച്ചു തരാം. എന്താണ് ഈ ലേഖനത്തിലുള്ളത് എന്നറിയുമോ? നോക്കൂ നിങ്ങൾ ലേഖനം. കാടന്റെ കഥ പോലും കടവനില്ല, കാടന്റെ കഥ പോലും കടവനില്ല എന്നൊരു ലേഖനം. ഈ ലേഖനം ആരാ എഴുതിയത്? കേട്ടോളൂ. പൂക്കുപോലക്കൽ പോക്കു എന്ന് പറയുന്ന ഒരാള് എഴുതിയ ലേഖനം. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരാളെ മലയാളക്കരയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ധൈര്യമുണ്ടോ? ഈ പേരുള്ള, ഈ അഡ്രസ്സിലുള്ള ഒരാളെ നിങ്ങൾക്ക് മലയാളക്കരയിൽ കാണിച്ചു തരാൻ കഴിയുമോ? കാടന്റെ കഥ പോലും കടവനില്ല, പൂക്കുംപാലക്കൽ പോക്കൂ എന്ന് പറഞ്ഞ ആളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇത് 2008 ജൂലൈ മാസത്തെ ഇസ്ലാഹാണ്. ഈ ഇസ്ലാഹിൽ അത് പറിച്ചു നോക്കിയാൽ അതിന്റെ 37-ാമത്തെ പേജിൽ ഒരു ലേഖനം കാണാം. എന്താണ് ആ ലേഖനം എന്നറിയുമോ? ഇതിൽ കാണുന്ന ലേഖനം ഏതാണെന്ന് ചോദിച്ചാൽ അതേ ഒരു വലിയ ലേഖനമാണ്. ആ ലേഖനം എഴുതിയ ആള് ആരാന്നറിയുമോ? നേരത്തെ പൂക്കുംപാലക്കൽ പോക്കൂ എന്നായിരുന്നു പേര് എങ്കിൽ ഇതാ ഇതിൽ അയാളുടെ പേര് മാറുന്നു. നെല്ലിക്കുത്ത് എന്നോരുടെ സദറും നെഹ്റും കൂടെ എന്തയും ചുക്കുചോലക്കൽ ചേക്കു. ഇത് പൂക്കുംപാലക്കൽ പോക്കു. ഈ രണ്ടെണ്ണം ഞാൻ അതിന്റെ അപ്പുറം ഇപ്പുറം വായിച്ചിട്ടൊന്നും ചോദിക്കണ്ട, ഒറിജിനലാണ്. നിങ്ങൾക്ക് ആർക്കും വന്ന് മറിച്ചു നോക്കാം. ഇത് ഞാൻ ചോദിക്കുന്നു, ഹു ഈസ് ദിസ്? ആരാടോ ഇത്? മൻഹാദ? ആരാ ഇത്? ഈ ചോക്കുംപാലക്കൽ ചോക്കും പൂക്കുംപാലക്കൽ പോക്കും ആരാ ഇത്? ഹുസൈൻ സലഫി മറുപടി പറയണം. ആരാ ഇത്? നിങ്ങൾ പറഞ്ഞ ഫളീലത്തു ശൈഖ് അബ്ദുൽ ജബ്ബാർ മൗലവിയാണ് പൂക്കുംപാലക്കൽ പോക്കും അത് ചുക്കുചോലക്കൽ ചേക്കുവും. എന്തുകൊണ്ടാണ് അബ്ദുൽ ജബ്ബാർ മൗലവി പേര് മാറ്റി ഇസ്ലാഹിൽ എഴുതിയത്? മറുപടി പറയണം ഷാർജക്കാരൻ, മറുപടി പറയണം. ഇത് ഫൈസൽ മുസ്ലിയാർ തന്ന വടിയാണ്. നന്നൊരു പെരുക്ക് പെരുക്കുക, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, മനസ്സിലാക്കണം. ഇത് ഫൈസൽ മുസ്ലിയാർ അറിഞ്ഞു കൊടുക്കുന്ന വടിയാണ്. കാര്യം മൂപ്പര് മിണ്ടുന്നില്ല, ആയത്ത് കള്ളായത്തോതി ദുർവ്യാഖ്യാനിച്ചിട്ട് മൂപ്പര് സപ്പോർട്ട് ചെയ്യണില്ല. അപ്പം ഫൈസൽ മുസ്ലിയാർ ഇട്ട് തന്നതാണ്. നോക്കൂ സഹോദരന്മാരെ, ഇസ്ലാം മാസികയിൽ ഈ വിഷയത്തെക്കുറിച്ച് കളവ് എഴുതി തൗഹീദിൽ തിരുമറി നടത്തുന്ന ഹുസൈൻ മൗലവി എന്ന പുരോഹിതൻ ജബ്ബാർ മൗലവിൻ്റെ പേര് മാറ്റിയിട്ടാണ് ലേഖനം എഴുതുന്നത്. ആ പേര് മാറ്റിയത് അനസ് കൃത്യമായി പറയുന്നുണ്ട്. പൂക്കും പാലക്കൽ പോക്കു, ചുക്കുചോലക്കൽ ചേക്കു, എന്തൊക്കെ അല്ലാഹു ആലം പേരുകളൊക്കെ മാറ്റി. ആരാ കൂട്ടരേത്? പേര് ഒളിപ്പിച്ചു വെച്ച് തൗഹീദ് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഈ സലഫി അടക്കമുള്ളവരുടെ ദീൻ വിശ്വസിക്കാൻ പറ്റുമോ? ഇവർ പറയുന്ന കാര്യം ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇവർ പറയുന്ന ദീനല്ല, ഇവരെ പറയുന്ന ദീന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഇനിയെങ്കിലും മുജാഹിദ് സമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എത്ര കാലമായി ഇയാൾ ഈ തിരുമറി ദീനിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഈ ഹുസൈൻ സലഫി അടക്കമുള്ള ഇവരെക്കുറിച്ച് ഹദീസിൽ പറയുന്നതാണ്, യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന മിനൽ അഹാദീസ്. അവസാന നാളിൽ നിർമ്മിച്ചുണ്ടാക്കുന്ന കള്ളന്മാർ കടന്നു വരുന്നതാണ്. യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളാരും കേൾക്കാത്ത വിധത്തിലുള്ള മഹാകളവുകൾ ഇവർ നിർമ്മിച്ചുണ്ടാക്കുമെന്ന് പരിശുദ്ധ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരാണ് ഈ വിഭാഗം ആളുകൾ എന്ന് മുജാഹിദ് സമൂഹം തിരിച്ചറിയുക.